ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. വെറൈറ്റി ഉണ്ണിയപ്പമാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്കൊരു 4 പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുപഴമാണ് കേട്ടോ. ഒരു 3 ഏലക്കായ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ നമുക്ക് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത കുറച്ച് ശർക്കരപ്പാനി, പിന്നെ നമുക്കൊരു നുള്ളുപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 250 ml ഒരു കപ്പ് റവ, 1 കപ്പ് മൈദ, 1 കപ്പ് വറുത്ത അരിപ്പൊടി. ഇനി നമ്മുടെ അരച്ചെടുത്ത നമ്മുടെ ഈ പഴം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഇതൊന്നും മാറ്റി വെക്കാം. ഒരു ഇൻഗ്രീഡിയൻസ് കൂടി റെഡിയാക്കാനുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു ചെറിയ തേങ്ങ അരമുറി എടുത്ത് അതിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ നിറമായിട്ട് വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. തീ ഓഫാക്കി കൊടുക്കുക. ഇതുപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നെയ്യോടക്കനെ തന്നെ നമുക്ക് നെയ്യോട് കൂടി തന്നെ നമ്മുടെ ഈ മാവിലേക്ക് നമുക്കത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നേ തന്നെ നമുക്കൊരു 6-7 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിക്കണം. എന്നിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആവണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ അരിപ്പൊടിയുണ്ട്, മൈദപ്പൊടിയുണ്ട്, റവയുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സായിട്ട് നമുക്ക് കിട്ടണം. അതിനായിട്ട് ഒരു തവി വെച്ച് ഇതുപോലെ അടിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ശർക്കരപ്പാനി കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടിയിലേക്ക് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, ആ ഒരു പരുവം തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ആ ഒരു സ്ട്രക്ചറിൽ തന്നെ വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട്. അപ്പോഴാണ് കേട്ടോ ഇതിന് വളരെ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റും വളരെ രുചിയുമുള്ള ഒരു ഉണ്ണിയപ്പമാണ്. നിങ്ങൾക്കിതിലേക്ക് അപ്പസോഡ ഇല്ലേ, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, അത് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. പൊങ്ങി വരാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ. പക്ഷേ ഇത് ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റും നല്ല രുചിയുമാണ്. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടു തുടങ്ങാം. ഇനി അടുപ്പിലേക്ക് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാവണം കേട്ടോ. തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. മാവ് ഒഴിക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ അടിയൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് മാവ് കഴിയുന്നത് വരെ എല്ലാ ഉണ്ണിയപ്പവും തന്നെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ രുചികരവും സോഫ്റ്റുമായ നമ്മുടെ വെറൈറ്റി ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ണിയപ്പമാണ്. ഇതുപോലെ മെഴുക്കൊക്കെ കളഞ്ഞ് ഒരു ഓട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞു. നിങ്ങളിതുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും മറക്കല്ലേ കേട്ടോ.